ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ഇൻഡെക്സ് 0.86% ഇടിഞ്ഞ് 24,039 ക്ലോസിംഗ് നൽകിയത്. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിൽ തന്നെയാണ്. 2,952 കോടിയുടെ ബൈയിങ് ആണ് FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ളതും സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടതുമായ ചില ന്യൂസുകൾ മനസ്സിലാക്കാം. ഇന്ന് അൾട്രാടെക് സിമെൻറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരുന്ന ദിവസമാണ്. അൾട്രാടെക് സിമെൻറ്റ് കൂടാതെ അദാനി ഗ്രീൻ എനർജി, അദാനി ടോട്ടൽ ഗ്യാസ്, ആദിത്യ ബിർള സൺ ലൈഫ് AMC, കാസ്ട്രോൾ ഇന്ത്യ, ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ്, കെഫിൻ ടെക്നോളജി, KPIT ടെക്നോളജി തുടങ്ങിയ പല കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് ശേഷമുള്ള ആദ്യ ട്രേഡിംഗ് ഡേ കൂടിയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. റിലയൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 9% വർദ്ധിച്ച് 2,61,388 കോടിയിൽ നിന്നും 2,39,986 കോടിയായി മാറി. EBITDA 43,789 കോടിയിൽ നിന്നും 43,832 കോടിയായി ഉയർന്നു. അതേസമയം EBITDA മാർജിൻ 18.2% നിന്നും 16.8% ഇടിഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് 5% വർദ്ധിച്ച് 18,540 നിന്നും 19,407 കോടിയിലേക്ക് ഉയർന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റീറ്റെയിൽ ബിസിനസ്സും ഡിജിറ്റൽ ബിസിനസ്സും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ടാറ്റ ടെക്നോളജിയുടെയും ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാം. ടാറ്റ ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തെങ്കിലും പ്രോഫിറ്റ് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് 12% വർദ്ധിച്ച് 168 കോടിയിൽ നിന്നും 1,888 കോടിയിലേക്കെത്തി. ബ്ലൂംബർഗ് പ്രതീക്ഷിച്ചത് 177 കോടിയുടെ പ്രോഫിറ്റ് ആയിരുന്നു. അതേസമയം റവന്യൂ 2.4% ഇടിഞ്ഞ് 1,285 കോടിയിലേക്കെത്തി. മാർക്കറ്റ് പ്രതീക്ഷിച്ചത് 1,331 കോടിയുടെ റവന്യൂ ആയിരുന്നു. പ്രോഫിറ്റ് മാർജിൻ 15.7% നിന്നും 15.5% ഇടിഞ്ഞിട്ടുണ്ട്. അതേസമയം ടാറ്റ ടെക്നോളജി ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 8 രൂപ 35 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡൻറ്റും 3 രൂപ 35 പൈസയുടെ സ്പെഷ്യൽ ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചു. ഡിവിഡൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഈ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. RBL ബാങ്കിൻ്റെയും IDFC ഫസ്റ്റ് ബാങ്കിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. RBL ബാങ്കിൻ്റെ റവന്യൂ 80.5% ഇടിഞ്ഞ് 382 കോടിയിൽ നിന്നും 68 കോടിയിലേക്കെത്തി. കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 2% ഇടിഞ്ഞ് 1,600 കോടിയിൽ നിന്നും 1,563 കോടിയിലേക്കെത്തി. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 4.89% എത്തുകയും ഗ്രോസ് NPA 2.6% നിന്നും 2.92% ഉയരുകയും നെറ്റ് NPA 0.29% നിന്നും 0.53% ഉയരുകയും ചെയ്തു. കൂടാതെ ബാങ്ക് പ്രൊവിഷൻ എമൗണ്ടും ഉയർത്തിയിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 1 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം റിസൾട്ട് മോശമാണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെയും റിസൾട്ട് മോശമാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് 58% ഇടിഞ്ഞ് 724 കോടിയിൽ നിന്നും 304 കോടിയിലേക്കെത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 10% ഉയർന്ന് 4,469 കോടിയിൽ നിന്നും 4,907 കോടിയിലേക്കെത്തി. അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 5.95% റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോർ ഓപ്പറേറ്റിംഗ് റവന്യൂ 8.7% വർദ്ധിച്ച് 6,609 കോടി രൂപയായി മാറിയിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റിയിൽ വലിയ മാറ്റമില്ലാതെ തുടരുന്നു. ഗ്രോസ് NPAയും നെറ്റ് NPAയിലും ചെറിയ രീതിയിലുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് IDFC ഫസ്റ്റ് ബാങ്ക് 25 പൈസ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. DCB ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും പുറത്തു വന്നു. DCB ബാങ്കിൻ്റെ പ്രോഫിറ്റ് 14% വർദ്ധിച്ച് 155 കോടിയിൽ നിന്നും 177 കോടിയിലേക്കെത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 10% വർദ്ധിച്ച് 507 കോടിയിൽ നിന്നും 557 കോടിയിലേക്കെത്തി. അതേസമയം അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ആയിട്ടുണ്ട്. 2.99% നിന്നും 3.11% ഉയർന്നു. നെറ്റ് NPA 1.12% നിന്നും 1.18% ഉയർന്നു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് DCB ബാങ്ക് 1 രൂപ 35 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. NBFC സെക്ടറിലെ കമ്പനിയായ പൂനെവാല ഫിൻകോർപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 81% ഇടിഞ്ഞ് 332 കോടിയിൽ നിന്നും 62 കോടിയിലേക്കെത്തി. കൂടാതെ കമ്പനിയുടെ നെറ്റ് NPA 1.84 നിന്നും 1.85 ഉയരുകയും ഗ്രോസ് NPA 0.85 നിന്നും 0.81 ഉയരുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ
നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 8.54% വർധനവുണ്ടായി. റോസാരി ബയോടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 22% ഉയർന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് 1% വർദ്ധിച്ച് 34 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും ഏകദേശം ഫ്ലാറ്റാണ്. റവന്യൂ 1715 കോടിയിൽ നിന്നും 1716 കോടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എബിറ്റ മാർജിൻ 698 കോടിയിൽ നിന്നും 747 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രോഫിറ്റിൽ 19% വർധനവുണ്ടായി. ഫോഴ്സ് മോട്ടോറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഫോഴ്സ് മോട്ടോർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. റവന്യൂ 17% വർദ്ധിച്ച് 2011 കോടിയിൽ നിന്നും 2386 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് 140 കോടിയിൽ നിന്നും 435 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ മധ്യപ്രദേശ് ഗവൺമെൻറ്റിൽ നിന്നും 394 കോടി രൂപയുടെ ഒരു വ്യാവസായിക നിക്ഷേപ പ്രോത്സാഹന ഫണ്ട് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രോഫിറ്റിൽ വളരെ വലിയ വർധനവുണ്ടായത്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 40 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഹീന്ദ്ര ഹോളിഡേയ്സ് ആൻഡ് റിസോർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 5.2% വർദ്ധിച്ച് 341 കോടിയിൽ നിന്നും 361 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് 73% വർദ്ധിച്ച് 33 കോടിയിൽ നിന്നും 57 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റു ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. SML ഇസൂസുവിൻ്റെ 58% സ്റ്റേക്കുകൾ 555 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കും ഇസാമാർട്ട് ഇന്ത്യയുടെ മേജർ സ്റ്റേക്കുകൾ 121 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആദിത്യ ബിർള സൺ ലൈഫ് ഇൻഷുറൻസ് ബോണ്ടുകളിലൂടെ 950 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോളോ ടയേഴ്സ് അതിൻ്റെ നെതർലാൻഡ് ആസ്ഥാനമാക്കിയുള്ള സബ്സിഡറി കമ്പനി 2026 സമ്മർ സീസണോടുകൂടി പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. സ്വിഗ്ഗി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. പാലുൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സ്വിഗ്ഗിക്ക് ഒരു ഡീല് ലഭിച്ചിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്